ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു ഗെയിം പ്ലേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4-1-2-3 ഹാലൻഡ്. കുഴപ്പമില്ലാത്തൊരു സ്കോഡാണ് ഓപ്പണൻ്റെ. കുഴപ്പമില്ല. അയ്യോ, കുഴപ്പമില്ല. നമ്മുടെ നല്ലൊരു ടീമാണ്. ലോങ് ബോൾ കൗണ്ടർ. ഓക്കെ, ഫസ്റ്റ് കിക്ക് നമുക്കാണ്. ബാറ്റ് ചൂട്ടയുടെ കിക്ക്. സാവി നിന്ന് ഇൻ്റർസെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഹാലൻ ബോൾ എടുത്തിരിക്കുന്നു. അറ്റാക്കിംഗ് ആണ് ഓൾറെഡി. ഒരു ഗോൾ. അത് ഷൂട്ട് ചെയ്താൽ ഇപ്പോൾ ഗോളാ. എവിടെ നിന്ന്? കാസിയാസിൻ്റെ അതിമനോഹരമായ സേവ്. കാസിയാസിൻ്റെ അതിസുന്ദരമായ ഒരു സേവാണ്. സ്പൈഡർമാൻ. കാസിയാസ് കൊസ്റ്റക്കൊട്ട ബാക്ക് പാസ് ഇനിയസ്റ്റയിൽ നിന്ന് സാവി ബോൾ എടുത്തിരിക്കുകയാണ്. മെസ്സി ടേൺ വീട്ടിലേക്ക്. ബാറ്റി സൈഡ് പാസ് ത്രൂ ആയിട്ടുണ്ട്. ഗോൾ. അത് ഇതിലേ പോയത്. എൻ്റെ മോനെ, കോട്ടീസിൻ്റെ ഇടയ്ക്കൂടെ തന്നെ കാലിൻ്റെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാകുന്ന അതിൽ അതിമനോഹരമായി ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. വീണ്ടും ബ്യൂട്ടിയുടെ ടേൺ ആയില്ല. ഇച്ചിടെ അടുത്തായിരുന്നു ടേൺ, അതുകൊണ്ട് കറങ്ങി എത്താൻ പറ്റിയില്ല. ബ്യൂട്ടിയിൽ നിന്ന് കഫു വീണ്ടും പാസ് 1-1. ഗാഡിയോള ഇൻ്റർസെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. പെഡ്രി ക്രോസ്. എൻ്റെ മോനെ, ഗ്രീസ്മാൻ്റെ അതിമനോഹരമായ ഹെഡിങ്. പക്ഷേ ഷോട്ട് ടാർഗറ്റ് ആയിട്ടില്ല, പുറത്തേക്ക് പോയിരിക്കുകയാണ്. കാസിയാസിൻ്റെ കിക്ക് ഇനിയസ്റ്റയ്ക്ക് എടുക്കാൻ പറ്റുന്നില്ല. വീണ്ടും ഹാലൻഡിൻ്റെ ഒരു മുന്നേറ്റം. റോഡ്രി തടഞ്ഞിരിക്കുന്നു. റോഡിൽ നിന്ന് മെസ്സി നിന്ന് ഇനിയസ്റ്റയുടെ ത്രൂ ബോൾ. സാവി ടേൺ. അത് സ്കില്ലിട്ടിട്ടും കയറി വരാൻ പറ്റിയില്ല. റോഡ്രി കഫു അഗൈൻ അറ്റാക്കിംഗ് ഗാഡിയോളയുടെ ഒരു ത്രൂ പാസ്. ഹാലൻ അത് പാസ് കൊടുക്കാൻ കയറിയിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്കതൊരു ഡേഞ്ചറസ് സിറ്റുവേഷനിലായാൽ. ഗാഡിയോളയിൽ നിന്ന് ബോൾ സ്വീകരിച്ച് പെഡ്രി ടേൺ എടുക്കാൻ ശ്രമിച്ചെങ്കിലും ഇൻ്റർസെപ്റ്റ് ആയിരിക്കുകയാണ്. കഫു ബാറ്റി ഓഫ് സൈഡ്. എവിടെയാണ് പോയി നിൽക്കുന്നത്? ജസ്റ്റ് ഓഫ് സൈഡ്. ഓക്കെ. കോർട്വീസ് ബെൽജിയം ഗോൾ കീപ്പർ. റയലിൻ്റെ വൻമതിൽ. റിബറി ബോൾ ടേൺ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഇൻ്റർസെപ്റ്റഡ് ബൈ കഫു. തിരിച്ചോടി കഫു. ഡാനിയൽ ടു റോഡിൽ നിന്ന് കഫു. അതൊരു ഡേഞ്ചർ സിറ്റുവേഷൻ. ഗോളി. കാസിയാസ് രക്ഷിച്ചിരിക്കുകയാണ്. അവിടെ സ്റ്റണ്ണിങ് പാസ് ഇടേണ്ട ആവശ്യമില്ല, നോർമൽ പാസ് കൊടുത്താൽ മതിയിരുന്നു. ഡേഞ്ചറസ് സിറ്റുവേഷനിലോട്ടായിരിക്കുകയായിരുന്നു നമ്മൾ ആ സമയത്ത്. കുഴപ്പമില്ല. വീണ്ടും ഹാലൻ്റെ മുന്നേറ്റം. ഹാലൻ പാസ് ടു പെഡ്രി ബ്ലോക്ക് ചെയ്യ്. അതിമനോഹരമായ സേവ്. കാസിയാസ് നമ്മുടെ വൻമതിലാണ് കാസിയാസ്. ഇപ്പം തന്നെ ലെജൻഡറി ഒരു ഗോൾ ചാൻസ്. ബറേസി ഇൻ്റർസെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. പവർഫുൾ പ്ലെയർ. വീണ്ടും നമ്മുടെ മുന്നേറ്റം. വീണ്ടും ഇൻ്റർസെപ്റ്റ് ആയിരിക്കുകയാണ്. വെറേസി അവിടെ വൻമതിൽ പോലെ നിൽക്കുകയാണ്. നമ്മുടെ ഫോർവേഡിനെ മുന്നോട്ട് വിടാതെ ഡിഫെൻഡിങ് നമുക്ക് പൊട്ടിക്കാൻ സാധിക്കുന്നില്ല. ഒരുപാട് ശ്രമിക്കുന്നുണ്ടെങ്കിലും നമുക്ക് മുന്നേറാൻ സാധിക്കുന്നില്ല. ഡബിൾ പ്രഷർ കൊടുത്ത് കയറി മിസ്സായിരിക്കുകയാണ്. സാവി നിന്ന് ബോൾ. ഹാലൻഡ് ത്രൂ ബോൾ ഇട്ട് കഴിഞ്ഞാൽ അവൻ പാസിട്ടാൽ പോയി. പാസ് ഇട്ടില്ല. എന്തായാലും പാസ് ഇട്ടിരുന്നെങ്കിൽ അതൊരു അതിമനോഹരമായ ഒരു ഗോൾ ചാൻസ് ആയിരുന്നു അത്. മാർട്ടിനെല്ലിയിൽ നിന്നത് മിസ്സായിരിക്കുകയാണ്. വീണ്ടും ലോങ് ബോൾ. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ 1-0 നമ്മൾ മുമ്പിട്ട് നിൽക്കുകയാണ്. ഏത് സമയവും തിരിച്ചടിക്കുക, അത് ഉറപ്പാണ്. നമ്മുടെ 52 പൊസിഷൻ അല്ലേ, 48. രണ്ടുപേരും അത്യാവശ്യം ബോൾ ക്യാരിങ് അല്ല, ഫുള്ള് ത്രൂ പാസും അങ്ങനെ പാസ്സൊക്കെ മിസ്സാവുന്നു ഒരുപാട്.
നെറ്റ്വർക്ക് പോകാതിരുന്നാൽ മതി. നമ്മുടെ മൊബൈൽ നെറ്റ്വർക്ക് ഇച്ചിരി ഇഷ്യൂ ആണ്. ഗ്രീസ്മാൻ സൈഡ് വിങ്ങിലൂടെ റൈറ്റ് വിങ്ങിലൂടെ ക്രോസ്, അത് ഇൻ്റർസെപ്റ്റ് ചെയ്തിരിക്കുകയാണ് ഡാനിയൽ. ബാക്ക് പാസ് പോയി, മിസ്സായില്ല. മിസ്സായെങ്കിൽ അതൊരു ഗോൾ ചാൻസ് ആയിരുന്നു. ബ്യൂട്ടിയുടെ ഒരു ടേൺ. മെസ്സി ബാക്ക് പാസ് എത്തിയില്ല. ഹീൽ ട്രിക്ക് ഇച്ചിരി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുണ്ട്. ഹാലൻഡ് ടേൺ സമ്മതിക്കാതെ ഡാനിയൽ ബോൾ ഇൻ്റർസെപ്റ്റ് ചെയ്തിരിക്കുന്നു. മെസ്സിയുടെ അതിമനോഹരമായ ടേൺ. ഒരു വട്ടം അബദ്ധം പറ്റി, പക്ഷേ ഇനി പറ്റില്ല എന്നാണ് മെസ്സി പറയുന്നത്. അതിമനോഹരമായ ക്രോസ്, ഗോൾ. സാവിയുടെ അതിമനോഹരമായ ഹെഡിങ്, അതിലുപരി കഫുവിൻ്റെ അതിമനോഹരമായ ഒരു ക്രോസാണ് അവിടെ. സ്കിപ്പ് ചെയ്ത് കളഞ്ഞ പുല്ലൻ. 2-0 മുൻപിലെത്തിയിരിക്കുന്നു. ലോങ് ബോൾ വയ്ക്കാൻ ശ്രമിച്ചു, ഇൻ്റർസെപ്റ്റ് ചെയ്തിരിക്കുന്നു. നോ, ഡേഞ്ചറസ് സിറ്റുവേഷൻ. റണ്ണിങ് പാസ് ഇടേണ്ട ആവശ്യമില്ല, നോർമൽ പാസ് കൊടുത്താൽ മതി. ഏത് സമയത്തും ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചുകൊണ്ട് അത് വീണ്ടും ഇൻ്റർസെപ്റ്റ് കഫുവിൻ്റെ ടേൺ. അത് ഡ്രിബിൾ ചെയ്യാൻ നോക്കിയതാണ്, നടന്നില്ലത്. ഓക്കെ, എന്തോ ചേഞ്ചസ് വരുത്താനായി ഓപ്പണൻ്റ് പോയിരിക്കുകയാണ്. നമുക്ക് മാറ്റണോ? എന്തിന്? പാസിട്ട് കളിക്കാം, കുഴപ്പമില്ല. ചേഞ്ചസ് ഒന്നും വരുത്തിയില്ലേ? ഒന്നും വരുത്തില്ല. അവൻ വെറുതെ എന്തിനാണ് പൗസ് ചെയ്തത്? പിന്നെ ഇനിയസ്റ്റയുടെ ത്രൂ ബോൾ പവാഡ്, ബെഞ്ചമിൻ പവാഡ് ഇൻ്റർസെപ്റ്റ് ചെയ്തിരിക്കുന്നു. കോസ്റ്റഗട്ട, ബറേസിയ. ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിൽ നമ്മൾ പോകുന്നുണ്ട്. ഏത് സമയത്ത് നമുക്ക് തിരിച്ചടി പ്രതീക്ഷിക്കാം. മെസ്സിയുടെ ടേൺ. പാസ് കൊടുത്താൽ മതിയിരുന്നു. ടേൺ എടുത്ത ആവശ്യത്തിൽ അങ്ങ് ഷൂട്ട് ചെയ്ത് പോകാം. കോർണർ കിക്ക്, ലയണൽ മെസ്സിയുടെ അതിമനോഹരമായൊരു കോർണർ കിക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടുപേരും ഇങ്ങോട്ട് വലിച്ചിട്ട് അകത്തടിച്ചിടാം. ഗോൾ ചാൻസ്. മിസ്സിങ് പാസ് ഷൂട്ട്. ബെൽജിയം ഗോൾ കീപ്പറായ കോട്വാദ അതിമനോഹരമായി സേവ് ചെയ്തിരിക്കുകയാണ്. നല്ലൊരു പാസിങ്ങിലൂടെ കയറി വന്നായിരുന്നത്. ടിക് ടാക്ക്. വീണ്ടും അത് മിസ്സിങ്. നോ രക്ഷ. ബ്യൂട്ടിയുടെ നല്ലൊരു ഹെഡിങ്. പെഡ്രിൽ നിന്ന് ഡാനിയൽ. ഫൗളായിരിക്കുകയാണ്. ഫൗൾ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ചാർജ് നമ്മുടെ പുറത്തേക്ക്. അതെ, നമ്മുടെ കിക്കായിരിക്കണം. അതെ, തീർച്ചയായും നമ്മുടെ കിക്ക് തന്നെയാണ്. ഗുഡ് ഡിസിഷൻ റെഫറി. കള്ളക്കഴിവടാണ്. റോഡ്രി. മെസ്സി ടേൺ എടുക്കണമായിരുന്നു. അത് കഷ്ടപ്പെട്ട ഇനിയസ്റ്റയിൽ നിന്ന് ബോൾ മെസ്സിയിലേക്ക്. മെസ്സി ടേൺ ത്രൂ. ഹിൻ്റെ മോനെ, ഗോൾ. 3-0 മുമ്പിലെത്തിയിരിക്കുന്നു. അപ്പോൾ ഇനി ചിലപ്പോൾ കൊണാമിയുടെ ഒരു സ്ക്രിപ്റ്റിങ് എന്തെങ്കിലുമൊക്കെ കാണാൻ സാധിക്കും. സാധാരണ അങ്ങനെയാണ്. നമ്മൾ 3 അടിച്ച് കഴിഞ്ഞാൽ ഓപ്പണൻ്റ് നമ്മളെ തിരിച്ച് 3 തരാറാണ് പതിവ്. ലാസ്റ്റ് സമനില എന്തോ ഇതേ പോകുന്നു. സ്ക്രിപ്റ്റിംഗ് തുടങ്ങി. കൊണാമിയുടെ അതിമനോഹരമായ സ്ക്രിപ്റ്റിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ടേൺ ചെയ്യാത്ത ഗ്രീസ്മാൻ വരെ ടേൺ ചെയ്ത് പോയി. ഒരു ബ്ലിറ്റ്സ് കല്ലിടാൻ നോക്കിയതാണ്, പക്ഷെ നടന്നില്ല. കസിയാസ് സേവ് ചെയ്തിരിക്കുന്നു. ഊട്ടിയിൽ നിന്ന് കഫു മിസ്സായിരിക്കുകയാണ് ഗെയ്സ്. റോഡ്രിയുടെ ത്രൂ ബോൾ ഊട്ടിയിൽ നിന്ന് മെസ്സിയിലേക്ക് എത്തിയില്ല. അതിന് മുമ്പ് ഇൻ്റർസെപ്ഷൻ. കോസ്റ്റഗട്ട അതിമനോഹരമായ ത്രൂ വെച്ചിരിക്കുകയാണ്. ഒരു ക്രോസ് വരാനുള്ള ചാൻസ്. ഗോൾ. കൊനാമി പണി തുടങ്ങിയിരിക്കുന്നു. കൊനാമി പണി തുടങ്ങി. മതിയടാ നീ ഇട്ടിട്ടു. ഞാനെന്താ അവൻ ഇതിട്ട് കേട്ടോ, സെലിബ്രേഷൻ ഇട്ട്. നമ്മൾ 3 അടിച്ചിട്ട് നമ്മളിട്ടില്ല, അവനിപ്പോൾ ഇട്ട് തിരിച്ചടിച്ചിട്ട്. കൊള്ളാം. ഉടനെ തന്നെ നമുക്കൊരെണ്ണം തിരിച്ചടിച്ചിട്ട് റൈറ്റ് ബാക്ക് കൊടുക്കണം. അയ്യോ, ഇത് തിരിച്ച് അവൻ തരുമെന്നാണ് തോന്നുന്നത് പണി.
കുഴപ്പമില്ല. 3-1 നമ്മൾ ലീഡ് ചെയ്ത് നിൽക്കുകയാണ്. ഇച്ചിരി അടുത്ത ത്രൂ. എൻ്റെ മോനെ, ആഹാ, ആനന്ദ ഇടാ. ഞാൻ സെലിബ്രേഷൻ ഇട്ടിട്ട് മാറിയോ അവൻ. എടാ, ഡാനിയെല്ലാം സിമ്പിളായിട്ട് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന ബോളായിരുന്നത്. കുഴപ്പമില്ല, നമുക്ക് ഒരെണ്ണം അടിക്കണം തിരിച്ച്. നമ്മൾ പിന്മാറില്ല ഗെയ്സ്, പിന്മാറില്ല. ഡിഫൻഡിലോട്ടുള്ള കളിയൊന്നും വേണ്ട നമുക്ക്. അറ്റാക്കിങ് 3-2. ഷൂട്ട് ക്രോസ് ക്രോസ്. ഓക്കെ, അപ്പോൾ കളി വിന്നായിരിക്കുകയാണ് നമ്മൾ 3-2. അവസാന നിമിഷം അവർ 2 എണ്ണം അടിച്ച് ആശ്വാസ ഗോൾ അവർ അതിമനോഹരമായി തന്നെ ഫിനിഷ് ചെയ്തിരിക്കും. താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം. ബൈ.